ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ആം അൻഷിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ബാങ്കിനെ പറ്റിയാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കേരള ബാങ്ക് എക്സാം എന്നായിരിക്കും എല്ലാവരും ഉറ്റുനോട്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം കൂടിയാണിത്. കാരണം എന്താ, കേരള ബാങ്ക് എക്സാമിൻ്റെ ഫസ്റ്റ് എക്സാമാണ് വരാൻ പോകുന്നത്. കേരള ബാങ്ക് രൂപീകരിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ എക്സാമാണ് വരാൻ പോകുന്നത്. എന്നാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ കേരള ബാങ്ക് എന്നായിരിക്കുമെന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കേരള ബാങ്ക് 2019 ഫോം ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്തായിരുന്നു, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആയിരുന്നു. ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് രൂപീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്ലർക്കിന് വേണ്ടിയോ ക്ലർക്കിൻ്റെ പോസ്റ്റിനോ അല്ലെങ്കിൽ മാനേജറുടെ പോസ്റ്റിനോ ഒന്നും എക്സാം നടന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നപ്പോൾ ഈ ക്ലർക്കിനൊക്കെ വേണ്ടി നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ കേരള ബാങ്ക് എക്സാം വിളിക്കും. കാരണം എന്താണ്, കേരള ബാങ്കിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഉടനടി തന്നെ PSC നോട്ടിഫിക്കേഷനും വരും, എക്സാമും നടക്കും. അപ്പോൾ അത് എന്നായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ എക്സാം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നപ്പോൾ ക്ലർക്ക് എക്സാം ലാസ്റ്റ് എന്നാണ് നടന്നത്? 2015 ക്ലർക്ക് എക്സാം ലാസ്റ്റ് ആയിട്ട് നടന്നത്. റിസൾട്ട് എന്നാണ് വന്നത്? 2015 എക്സാം നടന്നു, 2016 റിസൾട്ട് വന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സാം നടന്നു കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് എത്ര നാളുണ്ടായിരുന്നു? 3 വർഷം. 2016 ടു 2019 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, എക്സാം ഡേറ്റ് 2015 റിസൾട്ട് വന്നത് എന്നാണ്. 2016 റാങ്ക് ലിസ്റ്റ് 2016 തൊട്ട് 19 വരെയാണ് ഉണ്ടായിരുന്നത്. നമുക്കപ്പോൾ നോക്കാം. നമ്മൾ പറഞ്ഞു, പുതിയൊരു ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ വന്നു, ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഉടനടി തന്നെ PSC നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ നമുക്ക് 99% ഉറപ്പാണ്. ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ എക്സാമും 2023 to 24 ആ പീരീഡിൽ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2025 ആ ഒരു പീരീഡിനുള്ളിൽ എക്സാമും നടക്കും. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ഡേറ്റ് എന്നാണ് 2023 to 24. മാക്സിമം വൈകിക്കഴിഞ്ഞാലും 2025 എക്സാം നടക്കും. 2025 പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം PSCയുടെ. കാരണം ഗവൺമെൻറ് ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ PSC നോട്ടിഫിക്കേഷനും ഉടനടി തന്നെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ എക്സാമാണ്. എക്സാമും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഒരു 5 or 6 monthsനുള്ളിൽ ഉണ്ടാവും. അതിന് റിസൾട്ടും വരും. റിസൾട്ട് നമുക്ക് കണ്ടു. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ കേരള ബാങ്കിൻ്റെയും റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നിങ്ങൾ വേഗം പഠിക്കുക. എക്സാം എന്നാ നോക്കിക്കൊണ്ടിരിക്കരുത്. എക്സാം 2025 മാക്സിമം പോയാൽ 2024 തന്നെ 95% ഉറപ്പാണ്. 2024 കേരള ബാങ്ക് എക്സാം നടക്കും. അത് കൂടിപ്പോയാൽ 2025 അതിനുള്ളിൽ എക്സാം നടന്നിരിക്കും. 95% ഉറപ്പാണ് 2024 തന്നെ എക്സാം നടക്കുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കേരള ബാങ്കിൽ ക്ലർക്കിലേക്കാണ് ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി. ക്ലർക്കിലേക്കാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. എത്രയാണ്? ഇപ്പോൾ തന്നെ 1700 വേക്കൻസി ക്ലർക്കിൽ മാത്രം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേനും എക്സാം നടക്കുമ്പോഴത്തേനും ഈ 1700 2000 കഴിഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വളരെയധികം വേക്കൻസീസ് ഉണ്ട്. ഇതെങ്ങനെയാണ്? 3:1 റേഷ്യോയിലാണ് എടുക്കുന്നത്. അതായത് 3:1, അതായത് 3 പേരെ PSC വഴി എടുക്കുമ്പോൾ ഒരാളെ സൊസൈറ്റി കോട്ടയിൽ നിന്ന് എടുക്കും. അതാണ് 3:1 റേഷ്യോ. അപ്പോൾ 1700 വേക്കൻസീസ് ഉണ്ട്. അത് 2000 കഴിഞ്ഞ് പോകാനുള്ള ചാൻസ്, 3000 വരെ എത്താനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കഴിയുമ്പോഴത്തേനും 3000 വേക്കൻസീസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനിയും എക്സാം ഇപ്പോൾ 2023 ഈ വർഷം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷനും അടുത്ത വർഷത്തെ എക്സാമും അത് കഴിഞ്ഞ് 2025 റിസൾട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാക്സിമം വൈകി പോയി കഴിഞ്ഞാലും 2025. അപ്പോൾ നമ്മൾ വേഗം തന്നെ പഠിക്കണം. കാരണം കേരള ബാങ്കിൻ്റെ സിലബസ് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അതായത് PSC അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ
നമ്മുടെ സിലബസ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്താണ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിലബസ് നന്നായിട്ട് പഠിക്കാനുണ്ടാവും. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് സിലബസും അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് വേണ്ടി കേരള ബാങ്കിന് നല്ലൊരു അടിപൊളി കോഴ്സ് ഒരുക്കിയിട്ടുണ്ട്. കേരള ബാങ്ക് ഗോൾഡൻ ബാച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിളും സപ്പോർട്ടും മോക്ക് ടെസ്റ്റും ഗൈഡൻസും ഒക്കെ നമ്മുടെ മെൻറ്റേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ എൻട്രിയിൽ വേഗം ജോയിൻ ചെയ്യൂ. ആൻഡ് കേരള ബാങ്കിനെ മറക്കരുത്, എക്സാം എന്നാണ്. എക്സാം 2024 തന്നെ ഉണ്ടാവും, കൂടിപ്പോയാൽ 2025. അപ്പോൾ വേഗം തന്നെ പഠിച്ചു തുടങ്ങൂ, എൻട്രിയിൽ ചേരൂ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.